നമസ്കാരം. ജീവമാത കാരുണ്യ ഭവൻ എന്ന സ്ഥാപനത്തെ ചൊല്ലിയുള്ള അടിമുടി ദുരൂഹതകളും അതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങളുമാണ് കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയിൽ തന്നെയാണ് സമൂഹം എന്നുള്ളത്. ഇവിടെ മുൻപ് അന്തേവാസിയായി കഴിഞ്ഞിരുന്ന പെൺകുട്ടി, അവരുടെ വിവാഹവും അതിനുശേഷമുള്ള പ്രസവവുമാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയ്ക്ക് ഇട നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹം സ്ഥാപന നടത്തിപ്പുകാരിയായിട്ടുള്ള ആളുടെ മകനുമായിട്ടാണ് വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. 23/10/2024 ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ 2/6/2025 ഈ പെൺകുട്ടി പ്രസവിച്ചതായിട്ട് കണക്കുകളിൽ പറയുന്നത്. എന്നാൽ പെൺകുട്ടിക്ക് ജനിച്ച കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയിട്ടാണ് പ്രസവിച്ചിരിക്കുന്നത്. ആ ഒരു നിഗൂഢമായ രഹസ്യം അതാണ് ഇന്നത്തെ ഈ ഒരു വലിയ ചർച്ചയ്ക്കും ഈ സ്ഥാപനത്തിനെതിരെയുള്ള നിഗൂഢതകൾക്കും കാരണമായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിന്മേൽ ഇപ്പോൾ CWC കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചർച്ചയിന്മേൽ കൂടുതലൊന്നും സംസാരിക്കുവാൻ ഞാൻ ആളല്ല, ആധികാരികമായി സംസാരിക്കുവാൻ എനിക്കറിയുകയുമില്ല. എന്നിരുന്നാലും സമൂഹത്തിന്മേൽ ഇങ്ങനെയൊരു ചർച്ച വരുമ്പോൾ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ആ ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ നമ്മൾ ആരുടെയും ഭാഗം ചേർന്ന് സംസാരിക്കുന്നില്ല. ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ ആരുടെ മേലാണോ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ആ വ്യക്തിയുടെ കൂടെയും നിൽക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇവിടെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് തെളിവുകളാണ്. ആ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കേസും അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പ്രൂഫുകളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സംഭവം. കുറച്ച് ദിവസങ്ങളായി ഈ ഒരു ചർച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വീഡിയോസുകളും അതുപോലെ തന്നെ ഒരുപാട് വാർത്തകളും കണ്ട ആളെന്ന നിലയിൽ എനിക്ക് ഇതിൽ സംസാരിക്കണമെന്ന് തോന്നി. ഇത്തരം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിരാലംബരായ അമ്മമാരും ഒരുപാട് കുഞ്ഞു മക്കളുടെയും ഒരു തണലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് ആ സ്ഥാപനത്തിൻ്റെ മാത്രം മിടുക്കല്ല, ഒരുപാട് നല്ലവരായ മനുഷ്യരുടെ നല്ല മനസ്സും ഹൃദയവും അവരുടെ അധ്വാനത്തിൻ്റെ വിലയുമാണ് ഓരോ സ്ഥാപനവും, ഇത്തരത്തിലുള്ള ഓരോ കുഞ്ഞു മക്കൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിരാലംബരായ ആൾക്കാർ താമസിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത്. മനുഷ്യരെ മനസ്സിലാക്കുന്ന ഹൃദയത്തിൽ നന്മയുള്ള ആൾക്കാരുടെ പണം കൊണ്ടാണ് അവിടെയുള്ള ഓരോ ജീവനുകളും കഴിഞ്ഞു പോകുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ഒരു അനാഥാലയത്തെ സന്ദർശിക്കുകയോ ഇത്തരം അനാഥാലയങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളോ കാണുകയോ ചെയ്തിട്ടില്ല. കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത്തരം സ്ഥാപനങ്ങളോട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ്, ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സ്ഥാപനങ്ങളെ വിശ്വസിച്ചിട്ടാണ് അല്ലെങ്കിൽ അവിടെയെങ്കിലും സുരക്ഷിതരായി കുഞ്ഞുങ്ങൾ ഇരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് സമൂഹത്തിൽ ഇത്തരം സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നന്മ മനസ്സുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളെ അടിമുടി തെറ്റിക്കാത്ത രീതിയിലാവണം ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു വിഷയത്തിന്മേൽ വിവാഹം കഴിയുന്നതിന് മുന്നേ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ, അതും അവിടെ താമസിക്കുന്ന ഒരു അന്തേവാസിയായ കുഞ്ഞ് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത് ആ ഒരു സ്ഥാപനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ സമൂഹത്തിൽ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ ഒരുപാട് അന്തേവാസികൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ സംഭവിച്ചോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അന്വേഷണങ്ങളിലൂടെ പുറത്തറിയേണ്ടതാണ്. പക്ഷേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പുറം ലോകം അതറിയണം. ഇത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു കുഞ്ഞിനും ഇത്തരം സ്ഥാപനങ്ങളിൽ അവരുടേതായ സ്വാതന്ത്ര്യങ്ങളെ
ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വൈര്യമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത്തരം അന്വേഷണം വേണമെന്ന് ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത്. അല്ലാതെ ഈ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ സ്ഥാപന നടത്തിപ്പുകാരിയെയോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെയോ ആർക്കും തന്നെ പരസ്പരം അറിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ആരുടെയും ഭാഗം ചേർന്ന് സംസാരിക്കേണ്ട ആവശ്യകതയും നമുക്ക് ഇല്ല. പക്ഷേ ഇവിടെ ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി അന്ന് ആ രീതിയിൽ ആയിരുന്നുവെങ്കിൽ ഇന്നും അവിടെ അല്ലെങ്കിൽ ഇന്നും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ സുരക്ഷിതരാണോ എന്ന് നാം അറിയേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് നിയമം സജ്ജമാവേണ്ടത് തന്നെയാണ്. നിയമത്തിൻ്റെ വശത്തെ കൂടെ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരി അവരുടേതായ രീതിയിലുള്ള പല കാരണങ്ങളും ബോധിപ്പിച്ചുകൊണ്ട് ന്യായീകരണം നടത്തിയിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് നമ്മൾ കണ്ടതാണ്. എന്നാൽ ആരോപണം ഉന്നയിക്കുന്ന അവിടെ സ്ഥാപനത്തിൽ 2 ദിവസം വർക്ക് ചെയ്ത ജീവനക്കാരി പറഞ്ഞ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ആരുടേതാണ് സത്യം, ആരുടേതാണ് സത്യമല്ലാത്തത് എന്ന് നമുക്ക് ഇപ്പോൾ എന്തുകൊണ്ടും പ്രൂഫ് ചെയ്യാൻ കഴിയുകയില്ല. ഇത്തരത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള പെൺവാണിഭക്കാരുടെ വിളയാട്ടം നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇതാണ് ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ ആവശ്യം. ഇതിൽ ആരെയും പക്ഷഭേദം കാണിക്കുകയോ ആരുടെയും കൂടെ നിൽക്കുകയോ മറ്റുള്ളവരുടെ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ വെറും ചോദ്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിഥ്യാധാരണകളുടെ പേരിൽ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിൽ ശരിയല്ല. എന്തായാലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം സത്യമാണോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കേണ്ടത്. സ്ഥാപന നടത്തിപ്പുകാരിയും അവരുടെ മകനും മരുമകളും ഒക്കെ കുഞ്ഞ് ഈ പെൺകുട്ടി പ്രസവിച്ചപ്പോൾ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതി ആയിരുന്നു എന്ന നിഗമനം അല്ലെങ്കിൽ എന്ന രീതിയിലായിരുന്നില്ല സംസാരിച്ചിരുന്നത്. കാരണം കുഞ്ഞ് 7-ാം മാസമാണ് ജനിച്ചതെന്നായിരുന്നു ഇവരുടെ വാദം. ഇപ്പോഴേതായാലും ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഇവരെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണ ഗർഭിണിയായിട്ടാണ് പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പെൺകുട്ടി വിവാഹത്തിന് മുൻപേ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചൂഷണത്തെ മറച്ചു വെക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു വിവാഹം കഴിച്ചത് എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ടത് ആവശ്യമായി വരും. എന്നാൽ അങ്ങനെ അല്ല എങ്കിൽ ഇത് തികച്ചും കള്ളത്തരമാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യമാണെങ്കിൽ അതും ഈ സ്ഥാപന മേധാവി കൃത്യമായ പ്രൂഫുകളോടുകൂടി സമൂഹത്തിന് മുന്നിൽ വരേണ്ടതാണ്. കാരണം ഇത്തരമൊരു സ്ഥാപനത്തെ തകർക്കുവാൻ ആരെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശകരമായ കാര്യമാണ്. ഇവിടെയുള്ള അന്തേവാസികളുടെ ഓരോ ജീവനുകളുടെയും ജീവിതം കഴിഞ്ഞു പോകുന്നത് ഒരുപാട് നന്മ മനസ്സുള്ള ആൾക്കാരുടെ പണം കൊണ്ടാണ്. അവരുടെ ഓരോ നേരത്തെ ആഹാരവും എന്ന് പറയുന്നത് പോലും മറ്റുള്ളവർ കൊടുക്കുന്ന പണം കൊണ്ടാണ്. അത്തരം പണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അന്തേവാസികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പണം മാത്രം ലക്ഷ്യമിട്ടിട്ടാണോ ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ അച്ഛനമ്മമാർ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഒരു തണലാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. ഈ പെൺകുട്ടിയും അങ്ങനെ തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണ് ഈ കുഞ്ഞ് CWC വഴി ഈ ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മേധാവി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള കുരുന്നുകൾ എപ്പോഴും സുരക്ഷിതരാണ് എന്നാണ് നാം ഓരോരുത്തരും കരുതുന്നത്. ആ ഒരു ചിന്താഗതിയെ മാറ്റിക്കൊണ്ടാണ് ഇതുപോലുള്ള വാർത്തകൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും അച്ഛനമ്മമാർ മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ കൊന്നു കളയുന്നത്?
ഇവർക്ക് വളർത്താൻ, അച്ഛനമ്മമാർക്ക് വളർത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഉപേക്ഷിച്ചുകൂടെ എന്ന് പറയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത്തരം സ്ഥാപനങ്ങൾ അവരെ നോക്കുവാനുള്ള ആൾക്കാരുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ അവരെന്നും സുരക്ഷിതരായിരിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ്, പൊതുജനത്തിൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാൻ, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് തന്നെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ നിയമത്തിലൂടെ മാത്രമേ ഏത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ. ആ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ പെൺകുഞ്ഞ് ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള ഈ ഒരു വാദമാണ് ഇന്ന് ഈ കേസ് ഇവിടെ വരെ എത്താനുള്ള കാരണമായിട്ടുള്ളത്. 18 വയസ്സ് പൂർത്തിയായ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയപ്പിക്കുക എന്നുള്ളതല്ല ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരം അവസ്ഥകളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂടുതലുള്ള വിദ്യാഭ്യാസം, കൂടുതലായി അവർക്ക് എഡ്യൂക്കേറ്റഡ് ആവാൻ, അവർക്ക് നന്നായി പഠിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി കൂടാതെ മറ്റൊരു പെൺകുട്ടിയെ കൂടി 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വിവാഹം എന്ന് പറയുന്നത് ഒരു 18 വയസ്സാവുമ്പോൾ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള ആ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം അവർ കുറച്ചുകൂടി വലുതായി അവരുടേതായ ഡിസിഷനൊക്കെ എടുത്തതിന് ശേഷം ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് കടക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഇവരുടെ വിദ്യാഭ്യാസങ്ങൾക്കും ഉന്നമനത്തിനുമായി നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അന്വേഷണം നടക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ അന്വേഷണം ഒരിക്കലും ആ സ്ഥാപനത്തെ, നേരായ വഴിയിലാണ് ആ സ്ഥാപനം പോകുന്നതെങ്കിൽ ഒരിക്കലും ആ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന ഒന്നല്ല. കാരണം ആ സ്ഥാപനത്തിലെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനും ഇനിയുള്ള അതിൻ്റെ ഭാവിക്കും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു അന്വേഷണം നടന്നില്ല എങ്കിലാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ ഇനിയും ആ ഒരു സ്ഥാപനത്തിന് നേരെ ഉണ്ടാവുക. ഇപ്പോൾ അന്വേഷണം നടന്ന് അത് നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായും ഭാവിയിൽ ആ സ്ഥാപനം ഇനിയും ഉയരുവാനുള്ള സാഹചര്യമാണ് വഴി ഉണ്ടാക്കുക. അതുകൊണ്ട് നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ പോകട്ടെ, സത്യം വിജയിക്കട്ടെ, തെറ്റ് ചെയ്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.